നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പരിപ്പ് കറിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കറി വയ്ക്കുന്നതിന് ഞാനിവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് പലതരത്തിലുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ചുവന്ന പരിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ എടുത്തിരിക്കുന്ന പരിപ്പ് 2-3 പ്രാവശ്യം വൃത്തിയായി കഴുകിയതിനു ശേഷം ഇത് കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളക് നെടുകെ കീറിയതും ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പരിപ്പിന് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ വേവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് മാറ്റം വരാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലുള്ള പരിപ്പിന് വേവ് കുറവായതുകൊണ്ട് ഒരു വിസിൽ മതിയാവും. നിങ്ങളെടുക്കുന്ന പരിപ്പിൻ്റെ വേവനുസരിച്ച് വിസിലിൻ്റെ എണ്ണങ്ങളിൽ മാറ്റം വരാം. ഒരു വിസിൽ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നപ്പം പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ടേസ്റ്റിയുമായിട്ടുള്ള കറിയാണ് പരിപ്പ് കറി. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.